morning, students. Adutha university question aanu. Buses arrive at a specified stop at a 15-minute interval, starting at 7 a.m. If a passenger arrives at the stop at a random time that is uniformly distributed between 7 a.m. and 7:30 a.m., find the probability that he waits. First question, less than 5 minutes for a bus. Second question, at least 12 minutes for a bus. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f of x is equal to 1 by b minus a less than x less than b 0. ഇതാണ് probability density function of a uniform distribution function. 1 by b minus a less than x less than b 0 always. ഇവിടെ നമ്മുടെ passenger arrives at stop at a random time that is uniformly distributed 7 a.m. and 7:30 a.m. അപ്പോൾ ഹാഫ് അവർ ആണ്, ഹാഫ് അവർ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ പ്രോബ്ലത്തിലെ f of x എന്ന് പറയുന്നത് എന്തായിരിക്കും? f of x എന്ന് പറയുന്നത് 1 by 30 minus 0 where 0 less than x less than 30. 7 a.m. and 7:30 a.m. 7 a.m. and 7:30 a.m. അപ്പോൾ ഹാഫ് അവർ ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 0 എടുക്കുക, അപ്പർ ലിമിറ്റ് 30. അപ്പോൾ 0 x lies within 0 to 30. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 by 30 minus 0. ഫോർമുല ഏതാണ്? 1 by b minus a. 1 by 30 ആണ് in between 0 and 30. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ less than 5 minutes for a bus. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ less than 5 minutes for a bus ആണ്. അതിനാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലോക്ക് വരച്ചാൽ ഇവിടെ നമുക്ക് 30, ഇനിയും ഇവിടെ നമുക്ക് 0, ഇവിടെ മുതൽ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ലെസ് ദാൻ 5, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വെയിറ്റ് ലെസ് ദാൻ 5 minutes ഫോർ എ ബസ് ആണ്. ലെസ് ദാൻ 5 minutes ഫോർ എ ബസ്. ഇവിടെ 10 മിനിറ്റ് ആണെങ്കിൽ ഈ 7:10 എത്തിച്ചേർന്നാൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് 15, ഇവിടെ 30. അപ്പോ ചുരുങ്ങിയത് 5 മിനിറ്റ് എങ്കിലും അദ്ദേഹത്തിന് ബസ് കാത്തിരിക്കേണ്ട വരുന്നു പറഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി വരുന്നപ്പോഴാണ് ലെസ് ദാൻ പ്രോബബിലിറ്റി ലെസ് ദാൻ 5 minutes for a bus എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. രണ്ട് പോസിബിലിറ്റി ആണ്. 10 less than equal to x less than equal to 50 അങ്ങനെ ഒരു പ്രോബബിലിറ്റി വരും. പ്ലസ് അല്ലെങ്കിൽ ഇവിടെ 25 വന്നാലും 7:25 അദ്ദേഹത്തെ ചുരുങ്ങിയത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ അതെന്താണ്? പ്രോബബിലിറ്റി ഓഫ് 25 less than x less than ഈ രണ്ട് ഇന്റർവെല്ലിലാണ് വന്നു കഴിഞ്ഞാൽ 7:10 അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചുരുങ്ങിയത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈ 7:25 വന്നാലോ അപ്പോൾ അദ്ദേഹത്തിന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. 10 less than equal to x less than equal to 50 എന്നൊരു പോസിബിലിറ്റി, 25 less than equal to x less than equal to 30 എന്നുള്ള മറ്റൊരു പോസിബിലിറ്റി. രണ്ട് പോസിബിലിറ്റി ആണ്. ആ പോസിബിലിറ്റി അനുസരിച്ച് പ്രോബബിലിറ്റി 10 less than x less than equal to 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ഇതെങ്ങനെ ഒരു ഇന്റഗ്രൽ 10 to 50. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 by 30 ആണ്. 1 by 30 പ്ലസ് അതുപോലെ ഇവിടെ 25 to 30 ഇവിടെ 1 by 30 പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 30 into 1 ആണ്. അപ്പൊ x 10 to 50 plus രണ്ടാമത്തെ കേസിൽ 1 by 30
30 ഇവിടെ x ആണ്. x 25 to 30. That is equal to first case ഇവിടെ 15 മൈനസ് 10 എന്ന് പറയുന്നത് വരും 1/30 into 5. സെക്കൻഡ് കേസിൽ 1/30 into 30 മൈനസ് 25 5. അപ്പൊ 5 5 10 10/30 എന്ന് പറഞ്ഞാൽ എത്രയാ 1/3. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടുന്ന എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 1/3 എന്നാണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 1/3. അപ്പൊ 1/3 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന പ്രോബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് ലെസ് ദാൻ 5 minutes ഫോർ എ ബസ് ആണ്. ലെസ് ദാൻ 5 minutes ഫോർ എ ബസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം 7:10 ഇവിടെ എത്തിച്ചേർന്നാൽ ചുരുങ്ങിയത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലെ 10 to 15 എയും ബിയും 10 15 കൊടുക്കുക. 10 15. അപ്പൊ 10 to 15 വരാം. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് 7:15 ബസ് പോയി കഴിഞ്ഞാലോ പിന്നെ വരുന്നത് 7:25 വന്നാലും 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പൊ 25 to 30 അങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ്. ആ രണ്ട് പോസിബിലിറ്റി നമ്മൾ കൂട്ടിയെടുക്കണം. രണ്ട് പ്രോബിലിറ്റിയും കൂട്ടിയെടുക്കണം. 10 ലെസ് ദാൻ ഇക്വൽ ടു x ലെസ് ദാൻ ഇക്വൽ ടു 15 എന്നുള്ള പോസിബിലിറ്റിയും 25 ലെസ് ദാൻ ഇക്വൽ ടു x ലെസ് ദാൻ ഇക്വൽ ടു 30 എന്ന രണ്ട് പ്രോബിലിറ്റി ഉണ്ട്. ഈ രണ്ട് പ്രോബിലിറ്റി നമ്മൾ കൂട്ടിയെടുക്കണം. പ്രോബിലിറ്റി കാണുന്നത് എങ്ങനെയാണ്? ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഇന്റഗ്രൽ 10 to 15 1/30. ഇവിടെ f of x എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 1/30 ആണ് dx. ഇവിടെ 25 to 30 1/30 dx. അപ്പോൾ 1/30 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ x വരും, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/30 into 5 പ്ലസ് 1/30 into 5. അപ്പോൾ 10/30 5 into 10 10/30 that is equal to 1/30. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1/30. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? സെക്കൻഡ് അറ്റ്ലീസ്റ്റ് 12 minutes ഫോർ എ ബസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ് 12 minutes ഫോർ എ ബസ്. 12 minutes ഫോർ എ ബസ്. അപ്പൊ 12 minutes ഫോർ എ ബസ് വരുമ്പോഴെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ വരണം. ഇവിടെ ഫസ്റ്റ് കേസിൽ ഇവിടെ 7:03 എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 12 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വരും. അറ്റ്ലീസ്റ്റ് 12 minutes ഫോർ എ ബസ് എന്ന് പറയുമ്പോൾ 7:03 എത്തിക്കഴിഞ്ഞാൽ മിനിമം 12 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വരും. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 15 കഴിഞ്ഞ് 18 വന്നാൽ അപ്പോഴും 12 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 3. 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 3 എന്നുള്ള പോസിബിലിറ്റിയും പിന്നെ പ്ലസ് അടുത്ത പോസിബിലിറ്റി എന്താണ്? അടുത്ത പോസിബിലിറ്റി 15 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 8. അപ്പൊ 3 മിനിറ്റ് ഗ്യാപ്പ് വരും. 3 മിനിറ്റ് ഗ്യാപ്പ്. 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അദ്ദേഹം 7:03 എത്തിച്ചേർന്നാൽ അദ്ദേഹത്തിന് 12 മിനിറ്റ് ചുരുങ്ങിയത് 12 മിനിറ്റ് എങ്കിലും അവിടെ വെയിറ്റ് ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് 12 minutes എങ്കിലും അദ്ദേഹത്തിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 12 minutes അറ്റ്ലീസ്റ്റ് ആണ് അവിടെ കേട്ടോ. അപ്പോ അതുപോലെ തന്നെ 7:15 ബസ് വിട്ടുപോയി കഴിഞ്ഞാലോ പിന്നെ അദ്ദേഹം 7:18 വരിക. 7:18 വന്നാലും അതിന് ചുരുങ്ങിയ എത്ര സമയം അവിടെ കാത്തിക്കണം? അദ്ദേഹം 12 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പോ 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 3 ഒരു പോസിബിലിറ്റി. മറ്റേ 15 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 18 അടുത്ത പോസിബിലിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 3 f of x എന്താണ്? 1/30 dx പ്ലസ് 15 to 18 1/30 dx. That is 1/30 into x 0 to 3 plus 1/30 into x 15 to 18. That is equal to 1/30 into ഇവിടെ into 3 വരും പ്ലസ് 1/30 into ഇവിടെ 18 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പൊ 3 6/30 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1/5. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/5. സെക്കൻഡ് കേസിൽ
അറ്റ്ലീസ്റ്റ് 12 മിനിറ്റ്സ് ഫോർ എ ബസ്, അറ്റ്ലീസ്റ്റ് 12 മിനിറ്റ്സ് ഫോർ എ ബസ് എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന പോസിബിലിറ്റി എത്രയാണ്? 1/5. ഈ ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് 2 പ്രോബിലിറ്റി ആണ് കണ്ടത്. ഒന്നാമത്തെ പ്രോബിലിറ്റി ഇതാണ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വെയിറ്റ്സ് ലെസ് ദാൻ 5 മിനിറ്റ്സ് ഫോർ എ ബസ്. ലെസ് ദാൻ 5 മിനിറ്റ്സ് ഫോർ എ ബസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 7:10 അവിടെ എത്തിച്ചേർന്നു. 7:10 അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ 10 ലെസ് ദാൻ ഈക്വൽ ടു 7:15 ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 മിനിറ്റ് ലെസ് ദാൻ 5 മിനിറ്റ്സ് അദ്ദേഹം കാത്തിരിക്കണം. അപ്പൊ 10 ലെസ് ദാൻ x ലെസ് ദാൻ 15. അല്ലെങ്കിൽ 7:15 ബസ് വിട്ടുപോയി കഴിഞ്ഞാലോ അടുത്ത 7:30 ബസ് കിട്ടണമെങ്കിൽ 7:25 വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് 5 മിനിറ്റ് വെച്ച്. അങ്ങനെ 2 പോസിബിലിറ്റീസ് വരും. അപ്പോൾ 10 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ 15 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 25 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ 30. 2 പോസിബിലിറ്റി ഉണ്ട്. ആ 2 പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1/3. രണ്ടാമത്തെ കേസ് എന്താണ്? അറ്റ്ലീസ്റ്റ് 12 മിനിറ്റ്സ് ഫോർ എ ബസ്. 12 മിനിറ്റ്സ് ചുരുങ്ങിയത് 12 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരാണെങ്കിലോ അദ്ദേഹം 7:03 ആദ്യം എത്തിക്കഴിഞ്ഞാൽ 7:15 ബസ് കിട്ടണം. 7:03 എത്തിക്കഴിഞ്ഞാൽ 0 to 30, 0 to 3 എടുക്കാം. 0 to 3 എടുത്താൽ 0ക്കും 3ക്കും ഇടയ്ക്ക് വന്നാൽ അത് ചുരുങ്ങിയത് 12 മിനിറ്റ് എങ്കിലും അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു പോസിബിലിറ്റി എന്താണ്? 18 വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചുരുങ്ങിയത് 12 മിനിറ്റ്. അപ്പോ 15 to 18. രണ്ടാമത്തെ കേസില് 15 to 18, ആദ്യത്തെ കേസ് 0 to 3. അത് നമ്മൾ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1/5. അങ്ങനെ 2 ആൻസർ ഈ ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാണ്.